ഇനിയും മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഏറ്റവും അവസാനമായി ദൈവകരുണയുടെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും നശിക്കും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ അഗാധമായ കരുണയെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കരുണയിൽ അണയാതെ മാനവകുലം ഇനി സമാധാനം കണ്ടെത്തുകയില്ല. ഇത് അവസാനത്തെ പ്രതീക്ഷയായി ഞാൻ ലോകത്തിന് നൽകുന്നു. നീ കാണുന്നത് പോലെ ഒരു ഛായാചിത്രം. ഈശോയെ, അങ്ങയെ ഞാൻ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടെ വരയ്ക്കുക. ഈ ചിത്രം ആദ്യം നിങ്ങളുടെ ചാപ്പലിലും പിന്നീട് ലോകം മുഴുവനിലും വണങ്ങപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഛായാചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോകത്തിൽ പ്രത്യേകിച്ച് മരണസമയത്ത് ദൈവത്തിന്റെ മകനും മകളുമാണ്. എന്നാൽ ദൈവം തന്റെ സാദൃശ്യത്തിലും ഛായയിലും അവിടുത്തെ സ്നേഹത്തിൽ അവിടുത്തെ രൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ പിശാചിന്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് കെണിയിൽപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപം ചെയ്ത് ദൈവത്തിന്റെ പുത്രസ്ഥാനം പുത്രത്വലബ്ധി അവന് നഷ്ടമാക്കിയപ്പോൾ മകനും മകളുമെന്നുള്ള അവന്റെ സ്വാതന്ത്ര്യവും അവകാശവും അവനിൽ നിക്ഷിപ്തമായിരുന്ന നിത്യജീവനും അവന് നഷ്ടമായപ്പോൾ അവനെ വീണ്ടും ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, അവന് വീണ്ടും ദൈവത്തിന്റെ മകനും മകളും എന്നുള്ള സ്ഥാനം മടക്കി നൽകുവാൻ, വീണ്ടും അവനെ അനിത്യ ജീവന്റെ അവകാശിയാക്കി തീർക്കുവാനാണ് ദൈവം തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി വീണ്ടും എല്ലാവരെയും ദൈവത്തിന്റെ മകനും മകളുമാക്കി തീർക്കുവാൻ, ആ സ്വാതന്ത്ര്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് മനുഷ്യകുലത്തെ വിടുവിക്കുവാൻ ദൈവം തന്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹം. പ്രിയമുള്ളവരെ, തിരുവചനം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ദൈവം തന്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യകുലത്തെ, ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് ദൈവത്തെ ധിക്കരിച്ച് കടന്നുപോയ മനുഷ്യകുലത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, മറിച്ച് അവരെ തന്റെ ജീവൻ നൽകി, തന്റെ രക്തം നൽകി, അവർ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്ത് അവരെ വീണ്ടും മടക്കിയെടുക്കുന്നതിന് വേണ്ടി, ജീവനിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ സ്നേഹത്തിന്റെ യാഗമാണ്, ഈ സ്നേഹത്തിന്റെ ബലിയാണ് കാൽവരി കുന്നിന്റെ മുകളിൽ കുരിശു മരണത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു പൂർത്തിയാക്കിയത്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവായ യേശു തന്റെ ജീവൻ ബലിയായി നൽകി അവിടുന്ന് എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഈ ലോകത്തിൽ ഇന്ന് വരെ ജനിച്ചതും ഇനി ജനിക്കുവാനിരിക്കുന്നതുമായ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം അവിടുന്ന് കാൽവരി കുന്നിന്റെ മുകളിൽ കുരിശിലെ ബലി വഴി ഏകവും സനാതനവും നിത്യവുമായ പരിപാവനമായ പാപപരിഹാര ബലിയിലൂടെ പൂർത്തിയാക്കി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധ തിരുസഭയുടെ അമ്മയാണ്. ഓരോ മകന്റെയും ഓരോ വിശ്വാസിയുടെയും മാതാവാണ്. യേശുവിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാൽ യേശുക്രിസ്തുവിലേക്കുള്ള വഴി ഒരുവനും തെറ്റുകയില്ല. നമുക്ക് ദൈവം ഒരുവനെയുള്ളൂ, മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ഒരു മധ്യസ്ഥനെയുള്ളൂ, കർത്താവായ യേശുക്രിസ്തു. എന്നാൽ യേശുക്രിസ്തുവിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്കുള്ള ഏറ്റവും സുദൃഢമായ വഴിയാണ് പരിശുദ്ധ കന്യകാ മറിയം. കർത്താവായ ദൈവം സ്വർഗം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുവാൻ ഒരു കന്യകയെ തിരഞ്ഞെടുത്തെങ്കിൽ, ആ പരിശുദ്ധ കന്യകയിലൂടെ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, അവിടുത്തെ രണ്ടാമത്തെ ആഗമനവും പരിശുദ്ധ അമ്മയിലൂടെ ഈ
ലോകത്തെ ഒരുക്കുകയാണ്. അങ്ങനെ ആ പരിശുദ്ധ അമ്മ ഇന്നും ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ, വിവിധ കോണുകളിൽ ഇന്ന് കർത്താവ് ദൈവത്തിന്റെ സുവിശേഷവും സ്വർഗത്തിന്റെ സന്ദേശവുമായി ലോകത്തെ വീണ്ടും ഒരുക്കുന്നതിന് വേണ്ടി, ലോകത്തെ വീണ്ടും ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, അവിടുത്തെ കരുണയുടെ മണിക്കൂറുകൾ അവസാനിക്കുന്നതിന് മുൻപ്, ദൈവത്തിന്റെ നീതിയുടെ വാതിൽ തുറക്കപ്പെടുന്നതിന് മുൻപ്, നീതിയുടെ വിധിയാളനായി മഹത്വത്തോടെ വാനമേഘങ്ങളിൽ ദൈവപുത്രൻ എഴുന്നള്ളി വരുന്നതിന് മുൻപ്, ലോകത്തെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിലൂടെ ഇന്നും അവിടുന്ന് സ്വർഗത്തിന്റെ സന്ദേശങ്ങൾ നമുക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മെ ഏകരക്ഷകനും ഏക മധ്യസ്ഥനും ഏക സത്യദേവമായ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നമ്മെ ചേർത്ത് വെക്കും. അമ്മയ്ക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, അവൻ പറയുന്നത് ചെയ്യുവിൻ. യേശു ക്രിസ്തുവിന്റെ വചനം ഏറ്റെടുത്ത് യേശു ക്രിസ്തു പറയുന്നത് പോലെ അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുവാൻ മാത്രമാണ് പരിശുദ്ധ അമ്മ അന്നും ഇന്നും എന്നും ഈ ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിന്റെ ദൈവകാരുണ്യത്തിന്റെ മാതാവായ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് കർത്താവിന്റെ രണ്ടാം വരവിനായി നമുക്കൊരുങ്ങാം. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിച്ചാൽ നാം വഴിതെറ്റി പോവുകയില്ല. നമ്മുടെ മക്കളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചാൽ നമ്മുടെ മക്കൾ വഴിതെറ്റി പോവുകയില്ല. നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുവാനും നശിപ്പിക്കുവാനുമായി കഴുകന്റെ കണ്ണുകളുമായി, ലഹരിയുടെ കണ്ണുകളുമായി, ജഡികാസക്തികളുടെ കണ്ണുകളുമായി ആ ദുഷ്ടപിശാച് ഇന്നും ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പിശാചിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ മാധ്യസ്ഥന് നമ്മെ സമർപ്പിക്കാം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ തിന്മയുടെ ശക്തികളും നമ്മുടെ കാൽ കീഴിൽ തകർന്ന് ഇല്ലാതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ദൈവപിതാവിന്റെ വലിയ സ്നേഹത്തിന്, കരുണയ്ക്ക് സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ